നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതുറക്കാവുന്ന അതീവ ഗുരുതരവും വികാരാധീനവുമായിട്ടുള്ള വെളിപ്പെടുത്തലുകളുമായിട്ട് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ജി സുധാകരൻ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജി സുധാകരന് മുന്നിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന അത്യപൂർവമായിട്ടുള്ള രാഷ്ട്രീയ നിമിഷങ്ങൾക്ക് പിന്നാലെ കേരളക്കര ഒന്നടങ്കം കാത്തിരിക്കുന്ന മറ്റൊരു ട്വിസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. പാർട്ടി നേതൃത്വങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് സ്വന്തം അനിയൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ ജി സുധാകരൻ നടത്തിയിരിക്കുകയാണ്. ഇത്രയും ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും പരസ്യമാക്കാത്ത ചില അപ്രിയ സത്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചിരിക്കുന്നത്. CPM എപ്പോഴും രക്തസാക്ഷികളെ മുൻനിർത്തിയാണ് തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമാക്കുന്നതെന്നും, എന്നാൽ അത്തരം രക്തസാക്ഷി ഫണ്ടുകളിൽ നടന്ന ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ വെട്ടിപ്പുകളും കാരണമാണ് പാർട്ടിയുടെ പല ശക്തമായ കോട്ടകളും ഇന്ന് തകർന്നടിഞ്ഞു വീഴുന്നതെന്നും അദ്ദേഹം പരോക്ഷമായി തന്നെ വിമർശിക്കുകയുണ്ടായി. 6 പതിറ്റാണ്ടിലധികം നീണ്ട തൻ്റെ രാഷ്ട്രീയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സ്വന്തം കുടുംബത്തിനുണ്ടായ വലിയൊരു ദുരന്തത്തിൻ്റെ അണിയറ കഥകൾ പുറത്തു വിടുമ്പോൾ തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും CPMൻ്റെ ആഭ്യന്തര ചർച്ചകളെയും ഒരുപോലെ ഉലയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. 1977 ഡിസംബർ 2-ാം തീയതി പന്തളം NSS കോളേജിൽ വെച്ചുണ്ടായ അതിക്രൂരമായിട്ടുള്ള വിദ്യാർത്ഥി സംഘർഷത്തെക്കുറിച്ചും അതിൽ തൻ്റെ 18 വയസ്സുകാരനായിട്ടുള്ള അനുജൻ ഭുവനേശ്വർ ഇരയാക്കപ്പെട്ടതിനെക്കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ജി സുധാകരൻ വിപുലമായിട്ട് സംസാരിച്ചത്. അന്നത്തെ കാലത്തെ ക്യാമ്പസുകളിൽ KSU SFI ചേരിതിരിവ് ശക്തമായിരുന്ന സമയത്ത് മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലാസ് മുറിയിൽ തികച്ചും നിഷ്കളങ്കമായിട്ട് ഇരിക്കുകയായിരുന്ന ഭുവനേശ്വർ ആക്രമണ സംഭവങ്ങളിൽ നേരിട്ട് പങ്കാളിയായിരുന്നില്ല. യഥാർത്ഥത്തിൽ അക്രമി സംഘം അന്ന് ക്യാമ്പസിൽ തിരഞ്ഞു വന്നത് അന്നത്തെ പ്രമുഖ വിദ്യാർത്ഥി നേതാവായിരുന്ന ജി സുധാകരനെ തന്നെയായിരുന്നുവെന്നും, എന്നാൽ അപകടം മണത്ത സുധാകരൻ ഉൾപ്പെടെയുള്ള SFI നേതാക്കൾ ക്ലാസ് മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഠിനമായിട്ടുള്ള ഈ വെളിപ്പെടുത്തലിലൂടെ അദ്ദേഹം അടിവരയിടുന്നത് അന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി തങ്ങളെപ്പോലുള്ള നേതാക്കൾ ഓടിപ്പോയപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത തൻ്റെ അനിയനെ ശത്രുക്കൾക്ക് മുന്നിൽ ഒടുവിൽ ഒറ്റപ്പെടുത്തുകയും ഇട്ടുകൊടുക്കുകയുമാണ് സഹപ്രവർത്തകർ ചെയ്തതെന്നാണ്. തുടർന്നുണ്ടായ ദാരുണമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ വിവരിക്കുമ്പോൾ CPM എന്ന പ്രസ്ഥാനത്തിൻ്റെ ക്രൂരമായിട്ടുള്ള മറ്റൊരു മുഖം കൂടിയാണ് സുധാകരൻ ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത്. അക്രമി സംഘത്തിൻ്റെ മാരകമായിട്ടുള്ള മർദ്ദനമേറ്റ് തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായിട്ട് പരിക്കേറ്റ് ചോര വാർന്നൊലിച്ച നിലയിൽ കണ്ടെത്തിയ ഭുവനേശ്വറിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് പകരം മണിക്കൂറുകളോളം കോളേജ് ക്യാമ്പസിന് ചുറ്റും മൃതപ്രായനായിട്ടുള്ള അവനെ വെച്ച് പ്രകടനങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ മുദ്രാവാക്യം വിളിക്കാനുമാണ് പ്രാദേശിക CPM SFI നേതൃത്വം മുതിർന്നത്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് ഒരു ജീവനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള സമീപനമായിരുന്നു അത് എന്നും, കൃത്യസമയത്ത് ചികിത്സ കിട്ടാതെ പോയതുകൊണ്ടാണ് 5 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഡിസംബർ 7-ാം തീയതി ഭുവനേശ്വർ ആശുപത്രിയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങിയതെന്നും സുധാകരൻ ഇവിടെ ആരോപിക്കുന്നു. കൊലപാതകം നടത്തിയത് എതിർചേരിയിലുള്ള KSUകാരാണെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും അവന് കൊലക്കയർ ഒരുക്കാനും അതോടൊപ്പം തന്നെ മരണം ഉറപ്പാക്കാനും സാഹചര്യം ഒരുക്കിയത് സ്വന്തം പാർട്ടിക്കാരുടെ ഈ നിരുത്തരവാദപരമായിട്ടുള്ള പ്രവൃത്തിയാണെന്ന വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ മൂക്കത്തെ വിരൽ വെപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. സ്വന്തം സഹോദരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചിട്ടും ആ കേസിൻ്റെ നിയമ പോരാട്ടങ്ങൾ നടത്തുന്നതിനായിട്ട് CPM എന്ന വലിയ പ്രസ്ഥാനത്തിൽ നിന്നും തങ്ങളുടെ കുടുംബത്തിന് യാതൊരുവിധ സാമ്പത്തിക സഹായങ്ങളോ അല്ലെങ്കിൽ പിന്തുണയോ ലഭിച്ചില്ല എന്നതാണ് തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതെന്നും സുധാകരൻ ഇവിടെ തുറന്നടിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ സ്വന്തം മകൻ കൊല്ലപ്പെട്ടിട്ടും കേസ് നടത്താനുള്ള പണത്തിനായിട്ട് തങ്ങളുടെ കുടുംബത്തിന് സ്വന്തം ഭൂമിയും വീട്ടിലെ തടിയും വരെ വിൽക്കേണ്ടി വന്ന ദുരവസ്ഥ അദ്ദേഹം വികാരഭരിതനായിട്ട് വിവരിച്ചു. കുട്ടനാട് പോലുള്ള അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ സംഘർഷ മേഖലകളിൽ എപ്പോൾ വേണമെങ്കിലും ബോംബേറോ അക്രമമോ ഉണ്ടാകാം എന്ന ഭയത്തോടെ ജീവൻ പോലും പണയം വെച്ചാണ് തങ്ങൾ പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുത്തത്. അത്രയധികം കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിന്ന തങ്ങളെപ്പോലുള്ള മുതിർന്ന നേതാക്കളെയും അവരുടെ കുടുംബത്തെയും പൂർണ്ണമായിട്ടും അവഗണിക്കുന്നതും 4 നൂറ്റാണ്ട് മുൻപ് മരണപ്പെട്ടു പോയ തൻ്റെ പിതാവിനെ പോലും ഇപ്പോൾ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോലും അധപതിച്ച ചില സൈബർ ആക്രമണങ്ങളൊക്കെ തന്നെ നടത്തുന്നതും അത് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഇവിടെ തുറന്നടിച്ചിരിക്കുകയാണ്. താൻ ഒരു കാലത്തും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കോ അല്ലെങ്കിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ എതിരായിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും ഇനി ഒരിക്കലും താൻ സംസാരിക്കില്ലെന്നും വ്യക്തമാക്കിയ സുധാകരനാകട്ടെ, എന്നാൽ പാർട്ടിയിൽ ഇന്ന് കടന്നുകൂടിയിരിക്കുന്ന ചില പുത്തൻ കുറ്റക്കാരായിട്ടുള്ള നേതാക്കളുടെയൊക്കെ തന്നെ ജീർണതകളെയാണ് താൻ ശക്തമായിട്ട് എതിർക്കുന്നതെന്നും ഉറപ്പിച്ച് പറഞ്ഞു. അധികാരമോഹവും സാമ്പത്തിക താല്പര്യങ്ങളും മാത്രം മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയെ ഒരു വലിയ കോർപ്പറേറ്റ് മാതൃകയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ചില പുതിയ നേതാക്കൾക്ക് സാധാരണക്കാരായിട്ടുള്ള അണികളെ കണ്ടാൽ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചിരിക്കാൻ പോലും
ഇന്ന് മടിയാണെന്നും അദ്ദേഹം ഇവിടെ പരിഹസിക്കുകയുണ്ടായി. ജനങ്ങൾക്കിടയിൽ എങ്ങനെയാണ് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതെന്ന് തങ്ങൾ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ടെന്നും എന്നാൽ ഇന്നാകട്ടെ വെറുതെ കൃത്രിമമായിട്ട് ചിരിച്ചു കാണിക്കുന്നവരെയും ആത്മാർത്ഥതയില്ലാത്തവരും ഒക്കെ തന്നെ പൊതുജനം തിരിച്ചറിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പാടെ മറന്നുകൊണ്ട് മുതലാളിത്ത ചിന്താഗതികൾ വെച്ചു പുലർത്തുന്ന ഇത്തരം സ്ഥാനമോഹികളായിട്ടുള്ള വ്യക്തികൾ പാർട്ടിയെ ആന്തരികമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവരെ തിരുത്തി നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്നും അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർത്തു. ഏകദേശം 63 വർഷക്കാലത്തോളം യാതൊരു സ്വാർത്ഥ ലാഭങ്ങളും പ്രതീക്ഷിക്കാതെ താൻ ഈ സമൂഹത്തിനും പാർട്ടിക്കും വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ സേവനങ്ങളും കൃത്യമായി ചെയ്തിട്ടുണ്ടെന്നും എന്നാൽ ഇന്ന് സ്വന്തം അഭിപ്രായം പറയാൻ പോലും പറ്റാത്ത വിധം ശ്വാസം മുട്ടിക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ നിലവിലുള്ളതെന്നും അദ്ദേഹം വിഷമത്തോടുകൂടി പങ്കുവച്ചു. തന്നെ എത്രയോ കാലം മുൻപ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ചിലർ ഗൂഢാലോചനകളൊക്കെ തന്നെ നടത്തിയിരുന്നുവെന്നും എന്നാൽ ജനങ്ങൾ എപ്പോഴും തനിക്കൊപ്പം ഉണ്ടെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് താൻ ഇത്രയും കാലം അവിടെ പിടിച്ചു നിന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനപിന്തുണയില്ലാതെ കേവലം പാർട്ടി കമ്മിറ്റികളിലെ സ്ഥാനമാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ആർക്കും ജനനേതാവാകാനായിട്ട് കഴിയില്ലെന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാത്തവർക്ക് അധികകാലം ഇനി മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ലെന്നും അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിൽ തന്നെക്കുറിച്ച് ആര് എന്തൊക്കെ കുപ്രചരണങ്ങളൊക്കെ തന്നെ നടത്തിയാലും തനിക്കതൊന്നും യാതൊരു ഭയമില്ലെന്നും മാധ്യമങ്ങളിലൂടെ അത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുടെ പേരുകൾ കൃത്യമായിട്ട് പുറത്തു വരികയാണെങ്കിൽ അവരുടെ എല്ലാ മുൻകാല ചരിത്രങ്ങളും പൊതുസമൂഹത്തിന് മുന്നിൽ താൻ നിരത്തുമെന്നും എല്ലാ കാര്യങ്ങളും തുറന്നു കാട്ടാൻ താൻ തയ്യാറാണെന്നും വെല്ലുവിളിച്ചുകൊണ്ടാണ് സുധാകരൻ തൻ്റെ വാക്കുകളൊക്കെ തന്നെ അവസാനിപ്പിച്ചത്.